കോവിഡ് കാലത്ത് ഒരുപക്ഷെ പൊതുജനം ഏറെ പ്രയാസപ്പെട്ടത് മുടി വെട്ടാനായിരിക്കും. രോഗവ്യാപനത്തിന് ഏറെ സാധ്യതയുള്ള സലൂൺ മേഖലയ്ക്ക് ഒരു ഇളവും പ്രഖ്യാപിക്കാഞ്ഞത് പണിയെടുക്കുന്നവർക്കും പൊതുജനത്തിനും വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചത്. എന്നാൽ 53 ദിവസത്തിനു ശേഷം ബാർബർ ഷോപ്പുകൾ ബുധനാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കാമെന്ന ഉത്തരവ് വന്നതോടെ ഷോപ്പുകൾ അണുവിമുക്തമാക്കുകയാണ് തൊഴിലാളികൾ. റിപ്പോർട്ട്. ബാർബർ ഷോപ്പുകൾ അടച്ചിട്ടതോടെ മുടി ക്ഷൗരം ചെയ്യാൻ മാർഗമില്ലാതെ പല ഭാഗങ്ങളിലും യുവാക്കൾ തല മൊട്ടയടിച്ചു. ചിലരാകട്ടെ താടിയും മുടിയും നീട്ടി വളർത്തി പുതിയ കോലം കെട്ടി. പക്ഷേ ഇതിൽ ഏറ്റവും പ്രയാസം നേരിട്ടത് കുട്ടികളാണ്. കനത്ത ചൂടിൽ മുടി വളർന്നത് പല ഉഷ്ണകാല രോഗങ്ങൾക്കും കാരണമായി. കുട്ടികളുടെ മുടി മുറിക്കാൻ രക്ഷിതാക്കൾ നെട്ടോട്ടമോടി. ചില ബാർബർമാരൊക്കെ വീടുകളിൽ ചെന്ന് മുടി മുറിക്കാൻ തയ്യാറായത് അനുഗ്രഹമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ തരത്തിലും ലോക്കായ പൊതുജനത്തിന് മുടി ഒരു വലിയ തലവേദന തന്നെയായി മാറി. എന്നാൽ എല്ലാം കലങ്ങിത്തെളിയുന്ന 53 ദിവസത്തിനു ശേഷം സലൂണുകൾ ബുധനാഴ്ച തുറക്കുകയാണ്. ഇതോടെ മിക്ക ബാർബർ ഷോപ്പുകളിലും ഒരാഴ്ചത്തേക്ക് ബുക്കിംഗ് ആണ്. പല ഷോപ്പുകളിലെയും ജീവനക്കാർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. നാട്ടിൽ പോകാൻ കഴിയാത്തതിനാൽ പലരും പ്രയാസത്തിലായിരുന്നു. 2 മാസത്തോളമായി അടഞ്ഞുകിടക്കുന്ന ഷോപ്പുകൾ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് എടരിക്കോട്ടെ സലൂൺ ഉടമ ഷെരീഫ് പറഞ്ഞു. ഏകദേശം 2 മാസത്തോളമായി കട പൂട്ടിക്കെടുക്കൽ തുടങ്ങിയിട്ട് കടയിലുള്ള ജീവനക്കാരും എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ കുറേ ഇളവുകളോട് കൂടിയിട്ട് തുറക്കാമെന്നുള്ളൊരു ന്യൂസാണ് കേൾക്കുന്നത്. എന്നിരുന്നാലും തുറക്കാനുള്ളൊരു അനുമതി കിട്ടിയതിൽ സന്തോഷമുണ്ട്. മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളുടെ പ്രയാസം കൂടി സർക്കാർ മുഖവിലക്കെടുക്കണമെന്നാണ് ഏവരും പറയുന്നത്. സർക്കാരിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാകും ബാർബർ ഷോപ്പുകൾ പ്രവർത്തിക്കുക. ലോക്ഡൌണിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന ബാർബർ ഷോപ്പുകൾ നീണ്ട കാലയളവിന് ശേഷമാണ് വീണ്ടും തുറക്കുന്നത്. ഫേഷ്യൽ അടക്കം മറ്റ് സൗന്ദര്യവർദ്ധക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വിലക്ക് തുടരും. ബ്യൂട്ടി പാർലറുകൾക്ക് അനുമതിയില്ല. ബാർബർ ഷോപ്പിൽ സാമൂഹിക അകലം പാലിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നത് പരിഗണിച്ചാണ് പ്രവർത്തനത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നത്. മലബാർ ന്യൂസ്, കോട്ടയ്ക്കൽ.